ഹായ്, വെൽക്കം എവരി വൺ വൺസ് അഗൈൻ ടു മൂൺലൈറ്റ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ദൃശ്യം 3യെ കുറിച്ചൊരു ഷോർട്ട് റിവ്യൂ നോക്കാം. ആദ്യം പോസിറ്റീവ് പറയാം. എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള പോസിറ്റീവ് എന്ന് വെച്ചാൽ നല്ലൊരു ത്രില്ലർ മൂവിയാണ്. നമുക്ക് ഫാമിലിയായിട്ട് ചെന്ന് കാണാം, തിയേറ്ററിൽ ചെന്ന് കാണാം, കൊടുക്കുന്ന പൈസയ്ക്ക് ഇത് വർത്താണ്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്, അതിന് മുന്നേ പോസിറ്റീവായിട്ട് എനിക്ക് ഒരു പോയിൻ്റ് തോന്നിയുള്ളൂ. പിന്നെ അതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി പല സ്ഥലത്തും മേ ബി അത് എനിക്ക് തോന്നിയതാവാം. എൻ്റെ എക്സ്പോഷറൊക്കെ ഇച്ചിരി കുറവായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പല സ്ഥലത്തും ക്യാരക്ടേഴ്സിൻ്റെ ഈവൻ ഫേസസ് വരെ ഇച്ചിരി ഡാർക്കായിട്ടും ഡള്ളായിട്ടൊക്കെ ഈവൻ അത് ആ ഒരു സിനിമാറ്റോഗ്രാഫി എന്തോ എനിക്ക് സെറ്റ് ആവാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത്തെ കാര്യം, ദൃശ്യം 1 ആൻഡ് ദൃശ്യം 2 ആ ഒരു നെയിം കീപ്പപ്പ് ചെയ്തു. ദൃശ്യം 2 നല്ലൊരു സീക്വലായിരുന്നു ദൃശ്യം 1ൻ്റെ. മാത്രമല്ല നല്ലൊരു ക്ലോസിങ് കൊടുക്കുകയും ചെയ്തു, നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു അതിൻ്റെ. ദൃശ്യം 3 എന്നത് ആവശ്യമുണ്ടോ, ഇങ്ങനൊരു സ്റ്റോറിയുടെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തോന്നും ആ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ. മേ ബി ഈവൻ ഇതിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ പോലും ദൃശ്യം 2യുടെ ക്ലോസിങ് വളരെ മനോഹരമായിരുന്നു. അവിടെ തന്നെ വേണമെങ്കിലും നിർത്തിയിരിക്കാം. പിന്നെ ആ മൂവി പലയിടത്തും ലാഗ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫൊക്കെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ഇൻട്രോ ബ്ലോക്കൊക്കെ കൊള്ളാമായിരുന്നു. സ്റ്റിൽ ഈ ദൃശ്യം എന്നൊരു പേരുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റ് ഇങ്ങനെ കീപ്പപ്പ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ്സ് ഒന്ന് പലതും ദൃശ്യം 1 ആൻഡ് 2 അത് ഈ സീക്വലിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുറേയൊക്കെ മിസ്സിങ് ആണ്. പിന്നെ 1 ആൻഡ് 2 വന്ന് മോഹൻലാലായിരുന്നു ആ മൂവി കംപ്ലീറ്റ് മോഹൻലാലിൻ്റെ ഷോൾഡറിലായിരുന്നു. 3 അങ്ങനെയല്ല, ഒരു ഹീറോയിസത്തിൻ്റെ ചെറിയ ഒരു കുറവുണ്ടോയെന്നും തോന്നി. മൊത്തത്തിൽ എനിക്കൊരു ഡൾനെസ് ഫീൽ ചെയ്തായിരുന്നു 3. ഇഫ് കമ്പയർഡ് ടു ദൃശ്യം 1 ആൻഡ് 2, ദൃശ്യം 3 is just 7 out of 10. അല്ലെങ്കിൽ അത് നല്ലൊരു ത്രില്ലറാണ്. സോ ഫാമിലിയായിട്ട് തിയേറ്ററിൽ ചെന്ന് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. പഴയ ദൃശ്യം പ്രീക്വൽസിനൊക്കെ മറന്നിട്ട് വേണമെങ്കിൽ കാണാം. ഇതൊരു സീക്വലാണ്, എന്നാലും അത്രയ്ക്ക് പ്രതീക്ഷിക്കാതെ പോവാം. നെക്സ്റ്റ് മൂവിയിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.